നല്ല വിഴിഞ്ഞത്തോണ്ട് വന്ന പച്ച അയിലാണ് കേട്ടോ. പച്ച അയില് നല്ല ചൂരയാണ്. പിന്നെ മീനിന്റെ പരും പിന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്ത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ മീനിൻ്റെ പരുവുണ്ടോ, ഇതിൻ്റെ പരുവാണ് കേട്ടോ. പിന്നെ നല്ല ചൂര ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല പച്ച ചക്കച്ചുള കൊണ്ടുവന്നു അടിച്ചുകൊണ്ടുവന്നു. നല്ല ചുളയാണ്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഗൈസ് എല്ലാം റെഡിയായിട്ടുണ്ട്. നമ്മളപ്പോൾ കറി വയ്ക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുകയാണ്. പുളി, ഇതാ കരിവേപ്പില, പച്ചമുളക് എല്ലാം. അപ്പോൾ എല്ലാം തിളച്ച് സെറ്റപ്പായി. അപ്പോൾ മീനിടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, നല്ല പിടപിടയ്ക്കുന്ന അയലയാണ്. സെറ്റായിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഓക്കെ, ഓക്കെ, ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് നല്ലപോലെ കഴിക്കാം. അപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. തക്കാളിയും കൂടെ ഇട്ട് നമുക്ക് ഇറക്കാം. ഓക്കെ, നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. ഓക്കെ, അപ്പോൾ മീനും കൂടെ പൊരിച്ചു നമ്മൾ ചോറ് കഴിക്കും. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ കൂട്ടാണ്. നമ്മൾ മീൻ മുട്ട ഇതിനകത്തിട്ട് നല്ലപോലെ അവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മീൻ മുട്ടയും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു സൂപ്പ് പോലെയാണ് വയ്ക്കുന്നത് കേട്ടോ. മീൻ ഫ്രൈ റെഡിയായി. ഓക്കെ, നമ്മുടെ കറി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കഴിയാം. ഹലോ ഗൈസ്, നമ്മളപ്പോൾ പരു കറി വെച്ചിട്ടുണ്ട്. നല്ല പൊരിച്ച മീനായി. നല്ല മീൻ കറിയാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആവശ്യം ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. മീനൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യണം. എങ്ങനെയുണ്ട്? കിടിലാണോ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം മീനും എടുത്ത് കറിയിലോട്ട് ഒഴിക്കുന്നു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അവൻ്റെ രീതിയിലൊന്ന് ടേസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിലൊന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല മീനൊക്കെ വയ്ക്കുന്നു. ഓക്കെ ഗൈസ്, ഉപയോഗിക്കാം. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ. ഗൈസ്, ഓ കിട്ടില്ല.